ഹായ് എല്ലാ കൂട്ടുകാർക്കും വയനാടൻ ടച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഗാർഡൻ ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ തിരക്കൊക്കെ ആയിട്ട് അപ്ഡേഷൻ ഒന്നും അറിയിക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റായിട്ടിട്ട വീഡിയോ നമ്മൾ പഴയ സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് ചെടികൾ വണ്ടിയിൽ കയറ്റുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയിക്കാനുള്ളൊരു സമയം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കുറച്ച് പേർക്ക് വിചാരിക്കും ഇവർക്ക് എപ്പോഴും തന്നെയാണ് പരിപാടി, ഇങ്ങനെ ഷിഫ്റ്റിംഗ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ വാടകയ്ക്കൊക്കെ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾക്കിങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും പല പല സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഷിഫ്റ്റായി. ഇപ്പോൾ ഇവിടെ തന്നെ മാനന്തവാടി സൈഡ് തന്നെയാണ്, ഒണ്ടേങ്ങാടി എന്ന് പറയും. അപ്പം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ഇല്ല, കുറച്ച് മാറിയിട്ട് 1 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ തൃശ്ശേരി റോഡ്, മാനന്തവാടിയിൽ നിന്ന് മൈസൂർ റോഡ് വഴി വരുമ്പം തൃശ്ശേരി റോഡിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ഉള്ളത്. അപ്പോൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ തരാം. പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ആരും ഇപ്പോൾ വരരുത് കേട്ടോ, പഴയ ലൊക്കേഷൻ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെയല്ല, അതൊന്ന് എഡിറ്റ് ചെയ്യണം, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ മാപ്പ് നോക്കി ആരും വരാതിരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ പുതിയ സ്ഥലത്തെത്തി, ചെടികളൊക്കെ ഒരുവിധം സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. എന്നാലും ഇനിയുണ്ട് കുറച്ചും കൂടെ വർക്കുകൾ. ഇങ്ങനെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ച ഒരാൾക്ക് പോലും ചെടി അയച്ചിട്ടുമില്ല. അങ്ങനെ കുറച്ച് പരാതികളും വരുന്നുണ്ട്, കുറേ കമൻസ് വരുന്നുണ്ട്, ചെടി അയച്ചിട്ടില്ലല്ലോ, ഓർഡർ ചെയ്തിട്ട് ഇത്ര ദിവസമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥകൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ ഷിഫ്റ്റിങ്ങിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ടാണ് ആർക്കും ചെടികളൊന്നും അയക്കാൻ പറ്റാത്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു പോയൊരു വാക്കുണ്ടായിരുന്നു, ഫെബ്രുവരി 1 വെബ്സൈറ്റ് ലോഞ്ച് ആവും എന്നുള്ളത്. പിന്നെ അതിനെ സംബന്ധിച്ച് കുറച്ച് പ്രോബ്ലംസ് വന്നു. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ലോഞ്ചിങ്ങിൻ്റെ തലേന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് കറണ്ട് അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ടൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ പേഴ്സണൽ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് കൊടുത്തിരുന്നത്, പക്ഷെ അതിലത് വർക്കാവുന്നില്ല. അങ്ങനെ പുതിയ ബിസിനസ് അക്കൗണ്ട് എടുക്കാനുള്ള ഒരു ഓട്ടവും അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നു. പിന്നെ നമ്മുടെ ഗാർഡൻ രജിസ്ട്രേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിയമപരമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ ആയിട്ട് എല്ലാ തിരക്കുകളും കൂടെ ഒന്നിച്ചായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാൻസ് ഒന്നും ആർക്കും അയക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ട്. ചിലർ പക്ഷേ അപ്ഡേഷൻ ഒന്നുപോലും നോക്കിയിട്ടോ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല, എന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പൈസ വാങ്ങിയിട്ട് പിന്നെ ഒരു വിവരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ. അപ്പോൾ ഷിഫ്റ്റ് ആവാൻ കുറച്ചധികം കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് റെൻറ്റ്, പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം. ചെടികളാകുമ്പോൾ പിന്നെ വെള്ളം വേണമല്ലോ, ഒരു ദിവസം 3 നേരമെങ്കിലും ചില ചെടികൾക്ക് നനയ്ക്കേണ്ടതായിട്ട് വരും. ചില ചെടികൾക്ക് 2 ദിവസം നനച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പല ചെടികൾക്കും പലതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ പ്രശ്നവും വന്നു. പിന്നെ വാടക, പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറിയത്. ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ എപ്പോഴും ചെടി നനയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അത്യാവശ്യം ഒരു ഈർപ്പമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്, നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ചെടികളും ഹാപ്പി ആയിരിക്കും, നമുക്കും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെന്തായാലും ഈ ആഴ്ച കുറച്ചധികം പേർക്ക് പ്ലാൻസ് അയക്കുന്നുണ്ട്. അപ്പോൾ അയക്കുന്നതിന് മുന്നോടിയായിട്ട് അയക്കുന്നവരുടെ ട്രാക്കിംഗ് ID ലിസ്റ്റ് ഇടും. അത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ലിസ്റ്റ് കാണുന്നത്. വീഡിയോ എപ്പോഴും അപ്ലോഡായി കഴിയാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ലിസ്റ്റ് ഇടും, ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളത് നോക്കുക. അപ്പം അതിൻ്റെ ക്യാപ്ഷൻ അയച്ചു എന്നാണോ അല്ലെങ്കിൽ അപ്കമിങ് കൊറിയർ എന്നാണോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ അപ്കമിങ് കൊറിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇടുമ്പം കുറേ പേര് അതിൻ്റെ ട്രാക്കിംഗ് ID നോക്കിയിട്ട് അയച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കണം. അയച്ച ലിസ്റ്റ് ഇടാറുണ്ട്, അയക്കാൻ പോകുന്നവരുടെ ലിസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഷിഫ്റ്റിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തലവേദന ഇല്ല. ഇനിയിപ്പോൾ ചെടികളൊക്കെ പരിചരിച്ച് കൊണ്ടുപോയാൽ മാത്രം മതി. പിന്നെ വരുന്നത് പ്ലാൻസ് അയക്കാനുള്ളതാണ്, അത് അയക്കും. പിന്നെ നമ്മുടെ വെബ്സൈറ്റും 2 ആഴ്ച കൊണ്ട് എന്തായാലും ലോഞ്ച് ചെയ്യും. ഇത്രയും കാലം ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ലോഞ്ച് ചെയ്യും പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. 2-3 പേര് അതിൽ കയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ സ്റ്റക്കായി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കുറേ പേര് അതിലേക്ക് കയറി നോക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നു. പക്ഷേ എന്താ പറയുക, നമുക്ക് പറഞ്ഞൊരു ഡേറ്റിന് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാവിധ ഡിലേകളും നമ്മുടെ വയനാടൻ ടച്ച് ഗാർഡനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും പ്ലാൻസ് അയക്കണം.
അപ്പോൾ നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കിയ കുറേ പേരുണ്ട്. അപ്പോൾ കുറേ പേര് പ്ലാൻസ് അയക്കാത്തതിൻ്റെ റീസൺ ഇതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചവരുണ്ട്. എല്ലാം ഓക്കെ ആയിട്ട് മതി, സാവധാനം മതി, തിരക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ചിലർ അപ്ഡേഷൻ ഒന്നും കാണാഞ്ഞിട്ടായിരിക്കും, അവരോട് നമുക്ക് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് എന്ത് സാധനം ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ അപ്ഡേഷൻ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ പ്ലാൻസ് വാങ്ങാൻ വരുന്നത് വാട്സാപ്പിലേക്ക് വരുന്നു, ഒന്നുകിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ. അപ്പോൾ തുടർന്നും അവിടെയൊക്കെ ഉണ്ടാകുന്ന അപ്ഡേഷൻസ് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻസ് അവിടെ തന്നെ ഉണ്ടാകും, എന്തുകൊണ്ട് അയക്കുന്നില്ല എന്നുള്ളതിന് കാരണം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകാതിരിക്കുന്നത് നല്ല രീതിയല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വരും ദിവസങ്ങളിൽ ചെടികളുടെ വീഡിയോസ് ഡെയിലി ഇടാൻ ശ്രമിക്കുന്നതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നമ്മുടെ ഗാർഡനിങ് ചാനൽ വയനാടൻ ടച്ച് ഗാർഡൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ 2-3 വീഡിയോസും കൂടെ എടുത്ത് നോക്കുക. ഇത് ജസ്റ്റ് നമ്മുടെ അവസ്ഥകൾ പറയുന്നൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചെടികളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.